ഇതെന്താ ഇതിപ്പോ ഈ മഞ്ഞക്കുപ്പായക്കാർക്ക് മൊത്തത്തില് എന്തോ പ്രശ്നം. ഇപ്പൊ നെയ്മർ അനങ്ങിയാ പരിക്കുന്ന വൈറൽ ഇൻഫെക്ഷൻ. പിന്നിപ്പോ ബ്ലാസ്റ്റേഴ്സ് കണ്ടില്ലേ, ആകെ പൊട്ടി കോച്ചിനെ മാറ്റി. ഇപ്പൊ 1-2 കളി ഇങ്ങനെ ജയിച്ച് ഇങ്ങനെ നേർന്ന് വരുന്നുണ്ടെന്ന് കേൾക്കണേ. അതൊക്കെ തന്നെ കാര്യം. അല്ല നിങ്ങളെ മഞ്ഞട്ടാലേ പ്രശ്നം. അതപ്പോ ഇങ്ങനൊക്കെ മഞ്ഞനോട് ഒരു പ്രത്യേക ഒരു പ്രശ്നം, എന്തോ ഒരു ഇന്നലത്തെ തോൽവിയാ. ഇന്നലത്തെ തോൽവി ഇപ്പൊ എന്താ, നമ്മള് 150 റൺ നമ്മൾ അടിച്ചില്ലേ, 158 റൺ ഞങ്ങൾ അടിച്ചു. ഞങ്ങള് വളരെ സിമ്പിൾ, നിസ്സാരം, വളരെ സിമ്പിൾ. തോറായപ്പോ പരിപാടി വെച്ച് വളരെ സിമ്പിൾ ആയി ജയിച്ചു. എന്തൊക്കെ പിച്ച് മനസ്സിലായി വന്നപ്പോ. അല്ല അപ്പൊ നിങ്ങള് ഫുട്ബോൾ കളിക്കാർ ക്രിക്കറ്റിന് വന്ന് കൊടുന്നല്ലോ, ക്രിക്കറ്റ് കളിക്കാരനല്ലേ, അവർക്ക് ഇതൊക്കെ അറിയണ്ടേ. പിച്ചിന്റെ അവസ്ഥ റീഡ് ചെയ്യുമ്പോൾ മനസ്സിലാകുമ്പോ പ്രശ്നങ്ങൾ ഉണ്ടായി, തോറ്റു. അതിപ്പോ ഞങ്ങൾക്ക് 6 പോയിന്റ് ഉണ്ട്, അത്ര മോശമൊന്നുമല്ല. നിങ്ങൾ നമ്മളും കൂടി ഒരു സ്ഥാനമായിട്ടാണ് ആകെ വ്യത്യാസമുള്ളത്. ഞാൻ ഇന്നലെ അപ്പഴേ പറഞ്ഞ സഞ്ജു പോയാൽ കഴിഞ്ഞു, അതന്നെയാണ്. അത്രേ ഉള്ളൂ. ഇന്ന് എല്ലാവരും പറഞ്ഞ എന്താ അറിയോ, ചേട്ടൻ സൂപ്പർ ലീഗ്, അത്രേ ഉള്ളൂ. സൂപ്പർ കിങ്സ്, അത്രേ ഉള്ളൂ നിങ്ങളെ ടീമിന്റെ പേര്. ഇന്നലെ അത് ജയിച്ചല്ലോ, ജയിക്കണമെങ്കിൽ നിങ്ങളെ ചേട്ടന് പോകാം, അതന്നെയാണ്. അതാണ് ഒരു കളിക്കാരൻ. അത് ഈസിയാണല്ലോ, നിങ്ങളെ ടീമിനെ തോൽപ്പിക്കാൻ ഈസിയാണ്. ആ സഞ്ജുവിനാണ് ഔട്ടാക്കിയാൽ കഴിഞ്ഞു. ഒരു കോൺഫിഡൻസും ഇല്ല. പിന്നെ ഗെയ്ക്വാദ് ഇത്രയും കളിയായിട്ട് ഫോം ആയിട്ടില്ലല്ലോ, അപ്പൊ ഇന്നെങ്കിലും ഒന്ന് ഫോം ആണല്ലോ എന്ന് വിചാരിച്ചാണ്ട് മുട്ടി എങ്ങനെയൊക്കെയോ അപ്പുറത്തെ വിക്കറ്റ് പിന്നെ ഓനും കൂടി അടിച്ച് ഔട്ടാവരാ, അതൊക്കെ ഉണ്ടാവും. അതിപ്പോ എല്ലാരും ഔട്ടാണ്ട് നേരത്തെ കുറച്ച് റൺസ് എടുത്താ പേരിട്ടല്ലോ എന്ന് വിചാരിച്ചാണ്ട് ഫോം ആയവരുണ്ട്. നിങ്ങൾ ആ ഫസ്റ്റ് ബോള് സഞ്ജു ഔട്ടായപ്പോ തന്നെ നിങ്ങൾ തീരുമാനിക്കണം, ഞങ്ങൾ തോറ്റ് വെറുതെ ബാറ്റ് ചെയ്യാനാണ്. അതൊക്കെ നിങ്ങൾക്ക് വെറുതെ തോന്നാ. എന്ത് തോന്നാന്, ചില കളികളിൽ എല്ലാവർക്കും പറ്റും, അത്ര തന്നെ. പിന്നെ ഇപ്പൊ ഞങ്ങള് തല റെഡി ആയിട്ടുണ്ട്, തല അടുത്ത കളിക്ക് ഉണ്ടാവാൻ എല്ലാ സാധ്യത. ഇനിയിപ്പോ തലനെ കൊണ്ടുവരാനുള്ള ഒരു സാഹചര്യം ഒരുക്കിയതാണ് നിങ്ങൾ പറയാൻ, എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട്. തല വരികയാണെങ്കിൽ ഇപ്പൊ ഇന്നലത്തെ ഇമ്പാക്ട് സബ് ഇഷ്യൂസ് ഉണ്ടാവില്ല. അതന്നെ അങ്ങോട്ടങ്ങനെ പോകണ്ടേ. ആ തലനെ കൊണ്ടുവരുമ്പോ ഒരു യുവതാരത്തിന് അവസരം പോകില്ലോ എന്നല്ല. ഇനിയിപ്പോ തോൽക്കണോണ്ട് ഇനി പോകാൻ ഒഴിവാക്കിയാലും പ്രശ്നമില്ല. അതല്ല, ഇവിടെ ഇപ്പൊ എന്താ വെച്ചാല് ക്രിക്കറ്റിലെ ഏറ്റവും ഷാർപ്പ് ബ്രെയിന് ഞങ്ങളെ തലയാണ്. അപ്പൊ തല വരുന്നു, പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നു. അതാണ് കളി മാറണ്ടേ. തല വന്നിട്ട് എന്താ കാര്യം, തല വന്നാൽ ടിപ്സ് കൊടുക്കും. ടിപ്സ് കുറച്ച് ടിപ്സ് ഇങ്ങനെ കൊടുക്കാൻ അവിടെ ഡഗ്ഔട്ടിന് ഇരുന്നാ മതി, ഗ്രൗണ്ടിൽ ആ സാന്നിധ്യം ഉണ്ടെങ്കിൽ തന്നെ ഒരു ധൈര്യം. ഞങ്ങൾ വളരെ സുന്ദരമായിട്ട് കാര്യമില്ലാന്ന് കൊറേ കാലത്തിന് ശേഷം സായി സുദർശൻ 2 കളി അടുപ്പിച്ചാണ്. അതിന്റെ മുമ്പത്തെ കളി ജയിച്ചല്ലോ, അടിച്ചു തോറ്റില്ലേ, ഇപ്പൊ ജയിച്ചില്ലേ. അപ്പൊ അതാ പറഞ്ഞേ. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവും, ചില കളി ജയിച്ചു ചില കളി തോൽക്കും, ഇപ്പൊ സ്വാഭാവികമാണ്. നിങ്ങളെന്താ മുംബൈനെ തോൽപ്പിച്ചോ എന്ന് ഇങ്ങനെ വന്ന് കണ്ട് തോൽപ്പിച്ചല്ലേ. മുംബൈക്കാർക്ക് ഇതിപ്പോ ഇത് കണ്ട് മുംബൈക്കാർ സന്തോഷിക്കണ്ട, അത് നിങ്ങൾ എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ മോശക്കാരാ. ഇതിപ്പോ ജസ്റ്റ് ഒന്ന് ജയിച്ച് അങ്ങനെ കൂട്ടിയാൽ മതി. ആകെ ഒരു സ്ഥാനത്ത് നിങ്ങൾ മുമ്പിലുള്ളത്. ഞങ്ങൾ അത്ര മോശക്കാരും അല്ല, 5 കപ്പുള്ളൂ. ഏതായാലും നിങ്ങൾ പേര് നിങ്ങൾ പേര് മാറ്റേണ്ടല്ല, ടീമിന്റെ പേര് മാറ്റുക, അതാണ് ഏറ്റവും നല്ലത്. ചെന്നൈ സൂപ്പർ കിങ്സിന് പകരേ ചേട്ടൻ സൂപ്പർ കിങ്സ്. അത് ഞങ്ങൾ അഭിമാനമാണ്. എന്ത് അഭിമാനം, അത് മോശമാണ്. എന്ത് മോശത്തേരാണ്. ടീമിൽ അങ്ങനത്തെ ഒരു കളിക്കാരൻ ഇന്ത്യൻ ടീം, ആകെ ഒരു കളിക്കാരനുള്ളൂ. ഇന്ത്യൻ ടീം വേൾഡ് കപ്പ് എടുത്തതുകൊണ്ടാ, ഓന്റെ കളി കൊണ്ടാണ്. ടീമിന്റെ പേരൊന്നും മാറ്റണ്ടേ, ബാക്കിയുള്ളവരും പേര് മാറ്റില്ല, ബാക്കിയുള്ളവര് കളിച്ച് ജയിപ്പിക്കണ്ടേ. ഒരു കളിക്കാരൻ കളിച്ച് വിചാരിച്ച് പേര് മാറ്റില്ല, ആ കളിക്കാരനിൽ ഞങ്ങൾ അഭിമാനം കൊള്ളും. അല്ല നിങ്ങൾ ജയിച്ച കളിയിൽ ഫുള്ളിലും ഫോം ആയിക്കണേ. ഫോം ആണല്ലോ, അതിനുള്ള ഇത്രയും കായ് കൊടുത്താൽ ബാക്കിയുള്ളവരൊന്നും ഫോം ആയിട്ടില്ല. അതും കൂടി നോക്കുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. നിങ്ങൾ ടീം ഒരാളെ ആശ്രയിച്ചിരിക്കണേ, തെറ്റിച്ചാലുള്ള ആ പരിപാടി അത് ഇങ്ങോട്ട് എടുക്കണ്ട. ചേട്ടൻ ഞങ്ങൾ അഭിമാനമാണ്, പക്ഷെ ചേട്ടൻ മാത്രല്ല ഞങ്ങള്, അതിന്റെ മുമ്പ് തന്നെ കപ്പുള്ളവരാണ്. ഞങ്ങൾ കപ്പെടുക്കും, ഞങ്ങൾക്കും കപ്പുണ്ട്. ആ ഒറ്റന്ന് പോയും ചെയ്ത്, അയാള് പോയും ചെയ്ത്, നിങ്ങൾ ഇട്ടെറിഞ്ഞ് പോയി. അത് ആ വർത്താനം ഞങ്ങൾ നിർത്തിക്കാളി. അതിന്റെ ശേഷം നിങ്ങൾ കപ്പിന്റെ ഒരു മണം പോലും കിട്ടിയിട്ടില്ല. നിങ്ങളെ നാട്ടിൽ പോയി കണ്ട് ഞങ്ങൾ അവിടുന്ന് കപ്പ് എടുത്തോണ്ട് പോന്നിട്ടുണ്ട്. നിങ്ങളിപ്പോ ജയിച്ചു കപ്പൊന്നും കിട്ടില്ല. കപ്പ് ഞങ്ങൾക്ക് തന്നെയാണ്. 5 കപ്പുള്ളവര് പ്രാവശ്യം 6ാമത്തെ എടുത്താലും അത്ഭുതപ്പെടാനില്ല.